എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വടക്കാഞ്ചേരി അകമലയിലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന അനധികൃത വഴി നിർമ്മാണം MLAയുടെയും ഇടതുപക്ഷത്തിൻ്റെയും മൗനാനുവാദത്തോടെയാണെന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി K. അജിത് കുമാർ ആരോപിച്ചു. റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്ന് നിർത്തിവെപ്പിച്ച നിർമ്മാണം MLAയുടെ ബന്ധുവിൻ്റെ പറമ്പിലാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾക്ക് യാതൊരു നിയമാനുമതികളും നിലവിലില്ല. നഗരസഭയുടെ കുടിവെള്ള പദ്ധതിക്കായി ഏക്കർ കണക്കിന് എസ്റ്റേറ്റിൽ നിന്നും 3 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി സ്ഥലത്തേക്ക് വഴിയും മറ്റുമുണ്ടാക്കാനുള്ള ശ്രമമാണിത്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ കുന്നിൻ്റെ പലയിടങ്ങളിലും വ്യാപകമായി മണ്ണിടിച്ചിലും മറ്റുമുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ഈ കുന്നിൻ്റെ മറുപുറത്ത് അകമലയിലുള്ളവരെ മുഴുവൻ മാറ്റി പാർപ്പിച്ചിരുന്നു. കൂടാതെ ഗ്യാസ് ഗോഡൌൺ പരിസരത്തെ ആളുകൾ ഉൾപ്പെടെ മാറി താമസിക്കുകയും ചെയ്തിരുന്നു. ഒട്ടനവധി പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും പ്രതിനിധികൾ സ്ഥലത്തെത്തി ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടായേക്കാവുന്ന യാതൊരു പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. ഈ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടന തീർത്തും ദുർബലമാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. പലയിടത്തും 1 മീറ്റർ കനത്തിൽ പോലും മേൽമണ്ണില്ലാത്ത ഈ പ്രദേശത്ത് വലിയ വലിയ ഉരുളൻ കല്ലുകളുള്ളതും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയാണ്. മേൽമണ്ണ് ഒലിച്ചുപോയാൽ മാരാത്തുകുന്ന് ഗ്യാസ് ഗോഡൌൺ പരിസരത്തെ SC ഉന്നതിയിലെ പല വീടുകളിലേക്കും മലഞ്ചെരിവുകളിൽ നിന്നും പാറക്കല്ലുകൾ പതിക്കാനിടയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പരിസ്ഥിതി ലോല പ്രദേശത്തെ ഇത്തരം പ്രവർത്തികൾ അടുത്ത മഴക്കാലത്ത് താഴ്വാരത്തിൽ താമസിക്കുന്നവരുടെ വീടുകൾക്ക് ഭീഷണിയാണ്. ഇത്തരം പ്രവൃത്തികൾ നഗരസഭയുടെ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. വീട് വയ്ക്കാനെന്ന പേരിൽ പെർമിറ്റ് എടുത്ത് ഭൂമിയിലെ മണ്ണെടുത്ത് നീക്കി പിന്നീട് അവിടെ ഒരു കെട്ടിടവും വയ്ക്കാതെ മണ്ണ് വിൽപ്പന മാത്രമാണ് നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ K. അജിത് കുമാർ, ബിജു ഇസ്മായിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന്, അഹ്സാൻ ഷെയ്ഖ്, ആദിത്യൻ കാഞ്ഞങ്ങാട്ട് എന്നിവർ റവന്യൂ വകുപ്പ് അധികൃതർ പണികൾ നിർത്തിവെപ്പിച്ചയിടത്ത് സന്ദർശനം നടത്തി. വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ മണ്ണെടുപ്പ് നടക്കുകയാണിപ്പോൾ. അതിപ്രകൃതി ലോലം എന്ന് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മണ്ണെടുപ്പ് നടത്തുന്നത്. ഒന്ന്, ഇത്തരം കുന്നിൻ മുകളിൽ നഗരസഭയ്ക്ക് ഫ്ലാറ്റ് പണിയാൻ സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കുന്നു എന്നുള്ള പേരിൽ കുറച്ച് സ്ഥലം വാങ്ങി ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളിലെ മണ്ണെടുക്കുകയും അവിടേക്ക് സർക്കാർ ചെലവിൽ സ്വകാര്യ വ്യക്തികൾക്ക് റോഡ്, വൻകിട തോട്ട ഉടമകൾക്കൊക്കെ റോഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് നടക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, പാലക്കാട് വില്ലേജിൽ നടക്കുന്നുണ്ട്, മുണ്ടത്തിക്കോട് വില്ലേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വികസനത്തിൻ്റെ പേരിലാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ 3 സ്ഥലം വീട് വയ്ക്കാൻ സൗജന്യമായിട്ട് നഗരസഭയ്ക്ക് തരുന്നു എന്നുള്ള പേരിൽ ഒരു തീരുമാനമെടുത്തു. അതിലൊന്ന് കൗൺസിലർ സേവ്യർ മണ്ടുമ്പാലയുടെയാണ്, പിന്നെ വേറെ മുണ്ടത്തിക്കോടുള്ള ഒരാളുടെയാണ്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ തീരുമാനമെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, ആരുടെയാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഒരാളൊരു ഭൂമി നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ സർവേ നമ്പറും വില്ലേജും ഉടമസ്ഥൻ്റെ പേരും ഉൾപ്പെടെയുള്ള തീരുമാനമാണ് വേണ്ടത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ആ സ്ഥലം എന്നുള്ളതാണ്.
ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിസ്സാര വിലയ്ക്കുള്ള സ്ഥലങ്ങൾ ഇതുപോലെ നഗരസഭയുടെ ഫ്ലാറ്റ് പണിയാനാണെന്ന് പറയുമ്പോൾ അതൊരു വികസനം പാവങ്ങൾക്ക് എന്ന് പറയാണ്. എന്നിട്ട് അവിടെ റോഡ് വെട്ടുക, അങ്ങോട്ടുള്ള മണ്ണെടുത്ത് നീക്കുക, വലിയൊരു മാഫിയയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ MLA ഒരു ബന്ധുവാണ് ഇതിൻ്റെ പുറകിലുള്ളത്. MLA ഉൾപ്പെടെ ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് കൗൺസിലർ ഇന്നലെ പറഞ്ഞത്. MLAയും അതുമായി ബന്ധപ്പെട്ട CPMൻ്റെയും CPIയുടെയും നേതാക്കന്മാരുൾപ്പെട്ട ഒരു വൻ ലോബിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം തന്നെ ഈ മണ്ണെടുക്കുന്നതിൻ്റെ താഴെ ഒരു 100-100ഓളം പട്ടികജാതി വീടുകളാണ്. കഴിഞ്ഞ തവണ വർഷകാലം ഉണ്ടായപ്പോൾ മണ്ണിടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ സ്കൂളിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.